എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റണം. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആലോചിച്ചു, അയ്യോ ഞാൻ മാതാവിന് കൊടുത്ത ഡേറ്റ് ഒത്തിരി അടുത്ത് പോയല്ലോ, ഇത്തിരി കൂടി നീട്ടി കൊടുക്കേണ്ടതായിരുന്നു മാതാവിന്, കാരണം ഇത്ര പെട്ടെന്ന് മാതാവിന് സാധിച്ചു തരാൻ പറ്റുമോ? പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ആ റിസൾട്ട്, ഞങ്ങളുടെ കേസിന്റെ റിസൾട്ട് പെട്ടെന്ന് വരികയായിരുന്നു. ആ സമയത്ത് എനിക്ക് മാതാവിനോട് വിശ്വാസം കൂടി. കാരണം വരത്തില്ല എന്ന് പറഞ്ഞ വിധിയാണ് വന്ന് ഞാൻ എന്റെ വിശ്വാസപ്രകാരം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ആ വിധി അറിയാൻ പറ്റി കൂടി. അതിനുശേഷമാണ് ഞാൻ 2024 ഒക്ടോബർ 1 ഞാൻ എന്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആദ്യത്തെ 1-2 ആഴ്ച നല്ല രീതിയിൽ ഉടമ്പടി എല്ലാം പാലിച്ചുകൊണ്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉടമ്പടിയിൽ ഞാൻ വീഴ്ചകളൊക്കെ വരുത്താൻ തുടങ്ങി, പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ആ സമയം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സ്വപ്നങ്ങളിൽ മാതാവ് ഇങ്ങനെ വന്നിട്ട് പറയും, നീ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് നിനക്ക് തരണമെന്നുണ്ട്, പക്ഷേ നീ ഉടമ്പടി നന്നായിട്ട് പാലിക്കണം. പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, അത് എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കും ഓർത്തു. പക്ഷേ വീണ്ടും ദിവസങ്ങളിൽ ഞാൻ ആ സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി, നിനക്ക് തരണമെന്നുണ്ട്, നീ നിന്റെ ഉടമ്പടി നന്നായിട്ട് പാലിക്കണമെന്ന്. അപ്പം ഞാനത് ഗവനിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. 10-15 മിനിറ്റത്തെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ശരിക്കും വെട്ടി എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാൻ ആ തറയിൽ തളർന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവിന്റെ ഇടപെടലാണ്. മാതാവ് എനിക്കത് തരാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ വീഴ്ച മൂലമാണ് എനിക്ക് അതിലൊരു തടസ്സം വരുന്നതെന്ന്. ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായ നിമിഷം തന്നെ മാതാവിനോട് എന്റെ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ഉടമ്പടി ഞാൻ അവിടെ തുടങ്ങിയ. അതിന് മുമ്പ് വരെയും ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, അതായത് PSC പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ നോക്കുന്നത് കൊണ്ട് സമയം പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ എനിക്ക് വലിയ വിഷമമായിട്ട് വന്നു, കാരണം ഞാനത് പഠിച്ചാലല്ലേ എനിക്ക് കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ എന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉടമ്പടി നന്നായിട്ട് മുന്നോട്ട് പോകുന്ന തോറും ഞാൻ ആ സമയം നോക്കാതെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഏകദേശം 1 മണിക്കൂറിൽ കൂടി ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ബൈബിളിനോടും കൂടുതൽ അടുക്കുകയായിരുന്നു. വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല. ആ പാട്ടിൽ ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ, നിനക്ക് കിട്ടില്ല, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്താണോ ചെയ്യുന്നത് അവർക്കത് കാണിച്ചു കൊടുക്കണം. അതുവരെയും എന്റെ ഉടമ്പടിയിൽ ആവശ്യം എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി വേണമെന്നതായിരുന്നു. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി മാത്രമല്ല വേണ്ടത്, എനിക്ക് 1-ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ അങ്ങനെ പറയും. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കത് മാതാവ് തന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് എല്ലാ ദിവസവും മാതാവിന് എന്റെ റിസൾട്ട് വരുന്നതുവരെയും മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കത് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഞാൻ നന്ദി പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരെന്നെ വഴക്ക് പറയും, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, നീ എക്സാം എഴുതുന്നത് അത്ര കോമ്പറ്റീഷൻ ഉള്ള ഒരു ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നീ ഇങ്ങനെ വിശ്വസിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നിനക്ക് പിന്നെ സഹിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മാതാവിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് മാതാവ് എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് എന്റെ റിസൾട്ട് അപ്പം വരും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, എന്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു 1-ാം റാങ്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ അത്രയും വിശ്വാസമാണ്. അപ്പം പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, നിനക്കാണ് അതിൽ മാർക്ക് ബൈ ഫസ്റ്റ് റാങ്ക്. അതായത് ആ ഒരു എക്സാം എഴുതിയിട്ട് എനിക്കത് 1-ാം റാങ്ക് തന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ മാതാവിനെ ഉയർത്തി. ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു, പക്ഷേ മാതാവ് എന്നെ അവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് 1-ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തുവാണെങ്കിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന്. അത് ഇന്നലെ രാത്രി 12 മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് ആ രാത്രിയിൽ നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിന് നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എന്നെ ഇത്രത്തോളം എന്റെ ലൈഫിൽ ഉയർത്തിയ, മറ്റുള്ള മുമ്പിൽ ഉയർത്തിക്കാട്ടിയ എന്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.